സുഭാഷിതങ്ങൾ 22-ാം അധ്യായത്തിലെ കുറച്ച് വചനഭാഗങ്ങളാണ് നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്നത്. സുഭാഷിതങ്ങൾ പുസ്തകം എല്ലാ അധ്യായങ്ങളും നല്ലവണ്ണം വായിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ്. ഇത് 22-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ. ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അധരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രൻ്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിക്കൽ വച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കോപശീലനോട് സൗഹൃദം പാടില്ല. രോഷാകുലിനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്ക് വേണ്ടി വാക്ക് കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്തിന്? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ. അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോടുകൂടെ നിൽക്കേണ്ടി വരികയില്ല. ആമേൻ.